ഇന്നത്തെ പരിപാടി ഇരട്ടപെറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം. ഇരട്ടപെറ്റ ശ്രീദേവിയുടെ കഥാപ്രസംഗം അല്ല, ഈരാറ്റുപേട്ട ശ്രീദേവിയുടെ കഥാപ്രസംഗം. അങ്ങനെ വായിക്കും. സ്കൂളിലും പോവില്ല. അതെ, ശങ്കരൻ രാഘവട്ടനൊക്കെ എവിടെ പോയി? എന്താ പ്രശ്നം? പ്രശ്നമൊക്കെ ഞാൻ പറയാം. എവിടെ പോയി? അവർ രണ്ടുപേരും ടൗണിൽ പോയി. എപ്പോ? ഇപ്പൊ അവിടെ പോയുള്ളൂ. നിങ്ങൾ വന്നേ വന്നേ. ഈയിടെയായിട്ട് കുശൂഷിപ്പിച്ചിരി കൂടെ ഉണ്ട്. അല്ലാ, അതൊക്കെ സമാവാത്തി ആവാണ്ടിരുന്നാ മതിയായിരുന്നു. ഒന്ന് വേഗം വന്നേ. എന്താടാ? അതെ, ലക്ഷപ്രഭുക്കളാകാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? ഉണ്ടെങ്കിൽ ഇപ്പൊ പറയണം. ഒരു ഉഗ്രം കോൾ വന്നിട്ടുണ്ട്. കുറെ കാലമായിട്ട് ഞാൻ കാത്തിരുന്ന കോളാ. മുണ്ടക്കൈ തൊഴിൽ ലേലം, 1 കോടി രൂപയുടെ കൂപ്പ് ലേലം. നിങ്ങൾക്ക് എന്റെ കൂടെ നിൽക്കാവോ? എങ്കിൽ വലിയ കാശുകാരെ പോലെ നമ്മൾ ആ സ്ഥലത്ത് ചെല്ലുന്നു, ലേലത്തിൽ പങ്കെടുക്കുന്നു, ലക്ഷപ്രഭുക്കളായി മാറുന്നു. ആവാൻ കഴിഞ്ഞില്ലെങ്കിലും ഒരു കോടീശ്വരനായാൽ മതിരപ്പാ. കുറച്ചുകൂടെ സ്പീഡ് വിട്, ഇല്ലെങ്കിൽ ടെൻഡർ വേറെ ആമ്പിള്ളേർ പിടിക്കും. നോ പ്രോബ്ലം, ധാരാളം സമയമുണ്ട്. സോറി, ആള് മാറിപ്പോയി. വണ്ടിയുടെ നമ്പർ കണ്ടപ്പോ എന്റെ അങ്കിളിന്റെ വണ്ടിയെന്ന് കരുതി. ശങ്കരല്ലേ? അതെ, ശങ്കറാണ്. എവിടേക്കാ? എന്റെ ബെൻസ് കാറ് വർക്ക്ഷോപ്പിൽ കൊടുത്തിരിക്കുക. അതൊന്ന് നോക്കാൻ പോവാ. ഓ, എന്താ ഡ്രോപ്പ് ചെയ്യണോ? എന്നാ വലിയ ഉപകാരായി. എന്റെ പപ്പയും മമ്മയും ഇതുവഴി വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ more than 1 hour ആയി, കാണുന്നില്ല. അതിനെന്താ, ഇറ്റ്സ് ക്വൈറ്റ് നാച്ചുറൽ. എടാ സരസ, നീ ഒന്ന് പുറകോട്ടിരുന്നേ. എടാ പോടാ വിളിയൊന്നും വേണ്ട, ഞാനിവിടുന്ന് മാറുന്ന പ്രശ്നമേ ഇല്ല. പെമ്പിള്ളേരെ കാണുമ്പോൾ കൂടുതൽ ഷൈൻ ചെയ്യല്ലേ. ഓ, അതൊക്കെ ഞാൻ ഏറ്റു. നിനക്ക് എത്ര പുതിയ കാർ വേണമെങ്കിലും വാങ്ങി തരാടാ. ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട കേട്ടോ. ഹേ, എന്ത് ബുദ്ധിമുട്ട്? ഇതൊക്കെ ഓക്കെ അല്ലേ? പ്ലീസ് ഡാ. താനൊരു പെൺകുട്ടി ആയതുകൊണ്ടും ലിസ്റ്റ് വെച്ചുകൊണ്ടും മാത്രം ഞാൻ സമ്മതിക്കാം. ഇറങ്ങിയോ? നോക്കൂ, ഒന്നും വിചാരിക്കരുത്, ഇവൻ ആള് പാവാ. പപ്പയ്ക്കും മമ്മിക്കും ഇവിടുത്തെ വഴിയൊന്നും അറിയില്ല. അവർ അമേരിക്കയിലായിരുന്നേ. വന്നിട്ട് 2 ആഴ്ചയായുള്ളൂ. ഇന്ന് ചേഞ്ചിന് വേണ്ടി ഹോട്ടലിൽ നിന്ന് ഊണ് കഴിക്കാന്ന് പപ്പ ഒരു പ്രപ്പോസൽ വെച്ചു. ചേഞ്ചിന് വേണ്ടി ഊണ് കഴിക്കണമെന്നില്ല, അല്ലാതെ തന്നെ ഹോട്ടലുകാരോട് ചോദിച്ചാ ചേഞ്ച് തരുമല്ലോ. പപ്പയും മമ്മിയും ചിലപ്പോ എന്നെ ഹോട്ടലിൽ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. എന്റെ പപ്പയും മമ്മിയും സ്വിറ്റ്സർലൻഡിലാ. വന്നിട്ട് കഴിഞ്ഞ ആഴ്ച പോയി. ഓ, അപ്പൊ നമ്മൾ രണ്ടുപേരും ഏകദേശം ഒരുപോലെയാ. അതെ അതെ. ആട്ടെ, എന്നെ എങ്ങനെ അറിയാം? വെളിച്ചപ്പാടിനെ എല്ലാവർക്കും അറിയാം, പക്ഷേ വെളിച്ചപ്പാടിന് എല്ലാരും അറിയില്ലല്ലോ. ആട്ടെ, ഇവരൊക്കെ ആരാ? എന്റെ അസിസ്റ്റൻസാ. One second, please. Yes. പപ്പയും മമ്മിയും വരാൻ ലേറ്റ് ആവുന്ന പപ്പ റിസപ്ഷനെ വിളിച്ച് പറഞ്ഞിരിക്കുന്നു. എന്തോന്ന് പപ്പ, ഇനിയിപ്പോ എന്ത് ചെയ്യും? വരൂ, നമുക്ക് റെസ്റ്റോറന്റിൽ കയറി എന്തെങ്കിലും കഴിക്കാം. നിങ്ങൾക്ക് എന്റെ വക ട്രീറ്റ് ആയിക്കോട്ടെ. പപ്പയും മമ്മിയും പരിചയപ്പെടുകയും ചെയ്യാലോ. ആക്ച്വലി ഞങ്ങൾക്ക് സമയമില്ല, പിന്നെ ഒരു കമ്പനി ചേക്കിന് വേണമെങ്കിൽ ഞങ്ങൾ കൂടാം. എന്നാ വരൂ. എന്നെ കമ്പനി സ്റ്റേക്കൊക്കെ ഓക്കെ, 2 മണിക്കല്ലേ ലേലം, അത് മറക്കണ്ട. അതൊന്നും സാരമില്ല, കാപ്പൂടി കഴിഞ്ഞിട്ടുള്ള ലേലം മതി. ഇവിടെ പറയുന്നത് നല്ലൊരു ചാപ്പാട് കിട്ടുന്ന കളയല്ലേ. എന്താ വരുന്നില്ല? ഞങ്ങൾ വരിക, വന്നോണ്ടിരിക്കുക. ഒന്ന് ഫ്രീ ആയിട്ട് ഷാപ്പിടും. ചാപ്പിടാം. ഈ പപ്പയ്ക്കും മമ്മിക്ക് എന്ത് പറ്റിയാവോ? ഞാനൊന്ന് ഫോൺ ചെയ്തിട്ട് ഓക്കെ, ഫോൺ ചെയ്തോളൂ. ഇത് നല്ലൊരു റിലേഷൻഷിപ്പാണ്. ഇപ്പൊ മനസ്സിലായല്ലോ ഈ ശങ്കർ ആരാണെന്ന്. താങ്ക് യു വെരി മച്ച് ഫോർ യുവർ ഫുഡ് ശങ്കര. ഇനിയും എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം. കപ്പേമീൻ ഓർഡർ ചെയ്താലോ? എന്തോന്നാ കള്ള് ഷോപ്പ് ചെയ്ത്? ഹലോ, ജസ്റ്റ് എ മിനിറ്റ്. ആ, പിന്നെ വേറൊരു ബില്ലിംഗ് കൊണ്ടുവരുമ്പോ അവളുടെ മുമ്പിൽ വെച്ച് ഇറ്റ്സ് ഓക്കെ ഞാൻ പേതയ്ക്കാം എന്നൊരു ആക്ഷൻ ഞാൻ കാണിക്കും. ഒരു നമ്പർ ശരി കൊടുത്തേക്കു എന്ന് അവള് തിരിച്ചൊരു നമ്പർ അടിച്ചാൽ നമ്മൾ ആകെ ചുറ്റിപ്പോവും. കുർത്തയും വീർത്ത ബാഗും അല്ല, നമ്മുടെ 10 പൈസ ഇല്ല, അറിയോ? അതിന് പെണ്ണെവിടെ? അവള് ഫോൺ ചെയ്യാൻ പോയിട്ട് കുറെ നേരമല്ലോ. എവിടെ പോയത്? അവള് ഫോൺ ചെയ്തിട്ട് ടോയ്ലറ്റിൽ വല്ലതും പോയായിരിക്കും. മനുഷ്യന്റെ കാര്യമല്ലേ. ടോയ്ലറ്റിൽ പോകാൻ ഫോൺ ചെയ്യണോ?
ചന്ദ്ര നീ ഒന്ന് ടോയ്ലറ്റിൽ പോ. ഞാൻ പോയതാന്നേ. അതല്ല, പോയി നോക്കിയിട്ട് വരാൻ. ആ അങ്ങനെ പറ. പോയിട്ട് വാടേ ഒന്ന്. എന്തെങ്കിലും വേണമെങ്കിൽ ഓർഡർ ചെയ്യാം കേട്ടോ. എനിക്ക് വേണ്ട. മതി, മതി. ഓ, മതി. ഓക്കെ. ഹലോ, എന്താണ് പരിപാടി? മൂത്രത്തില് യൂറിൻ. ലേഡീസ് ടോയ്ലറ്റാ? ആ. പൊടി ലേഡീസ്. തുറക്ക്. തുറക്കാൻ പറ്റില്ല. തുറന്നോ? ആരാണേ? ഏത് പെണ്ണ് തരുമെന്നാ നിങ്ങൾ പറയുന്നത്? സാർ, ഇയാളാണ് മെയിൻ ആള്. ഓർഡർ ഒക്കെ തന്നത് ഇയാളാ. ഓർഡർ ചെയ്ത് ഞാനെങ്കിലും ട്രീറ്റ് അവളുടെ ആയിരുന്നു. ഞങ്ങൾ ഒന്നും മിണ്ടണ്ട. ഇതുപോലെ ഞങ്ങൾ എത്ര പേരെ ഡെയിലി ട്രീറ്റ് ചെയ്യുന്നത്? അയ്യോ, ഞങ്ങൾ അത്രക്കാരല്ല. പ്രശ്നമില്ല, കാശി ഈടാക്കാൻ ഞങ്ങൾക്ക് സ്പെഷ്യൽ അറേഞ്ച്മെന്റ്സ് ഉണ്ട് ഇവിടെ. എന്ത് അറേഞ്ച്മെന്റ്? ഫുഡെന്ന് കേട്ട ആക്രാന്തത്ത് ചാടി കയറിയതല്ലേ, അമർത്തി തുടക്കി. ആ നീ തിന്നാലേ തുടക്കടാ. എന്തായാലും ഇപ്പൊ താമസിക്കുന്ന സ്ഥലത്തേക്കാൾ വേണ്ട. എന്നാ നീ ഇവിടെ പെർമനന്റ് ആയിട്ട് നിന്നോ തുടക്കാൻ. മര്യാദയ്ക്ക് തുടക്കടാ. മാരുതി ശങ്കർ, സൂപ്പർ ഫാസ്റ്റ് ചന്ദ്രൻ, തെക്കൻ പത്രോസ്, ടെൻഡർ സരസൻ, പുഷ്പുൾ രാഘവൻ. And this is Nancy, James Bond Nancy. ജെയിംസ് ബോണ്ട് നാൻസി അല്ലേ? ഏയ് മാഡം, അർജന്റായിട്ട് എവിടെ പോകുന്നു? പൊന്നുമോളി കുതിരപ്പുറത്തുനിന്ന് താഴോട്ട് ഇറങ്ങി വന്നേ. മാമന്മാരെ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾക്ക് എന്താ വേണ്ടേ? തമ്പ്രാട്ടി ഇറങ്ങി വാ, അപ്പൊ പറയാം. നീ എന്തിനാണ് അന്ന് ഞങ്ങളെ കളിപ്പിച്ചെന്നറിയണം. മര്യാദയെങ്കിൽ മര്യാദ. അന്നത്തെ ആ സംഭവത്തിന് നീ ഇപ്പൊ സമാധാനം പറഞ്ഞേ പറ്റൂ. നിങ്ങൾ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് മനസ്സിലാവുന്നില്ല. മലയാളത്തിൽ പറഞ്ഞാൽ മനസ്സിലാവില്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം. പറഞ്ഞോട്. വി ടെൻഡർ സർസൺ ഗോ യു ലിഫ്റ്റ് ഹോട്ടൽ. രാഘവട്ടാ പറഞ്ഞു കൊടുക്ക. When we were traveling in a Maruti car in a pleasant climate, a naughty and notorious girl who was standing in front of us came to the center of the road, asked us a lift to follow me, but അയ്യോ പൊള്ളി പൊളിഞ്ഞേ. അരച്ചവനെ, ഇവന്മാരിങ്ങനെ അടി കൊണ്ട് ചാകണത് കാണാൻ എനിക്ക് വിധി വെക്കാതെ ഈ 5 മേലോട്ട് പിടിക്കണേ റഹ്മാനെ. ഇത് കണ്ടോ മോനെ, ഇതാണ് അടി. കിട്ടുവാണെങ്കിൽ ഇതേ സൈസ് അടി കിട്ടണം. ഈ പാട് കണ്ട, ഇതുകൊണ്ടാണ് ഇനി കഷ്ടപ്പാടും. എന്റെ മോനെ, പെൺകുട്ടികൾ പഴയ പോലെയൊന്നുമല്ല. ഒന്ന് നോക്കിയാൽ രണ്ടാം നോക്കി അടിയാണ്. അല്ലാ, ഇതുങ്ങളെ നടപ്പ് കണ്ട പേടിയാവും മോനെ. നമ്മള് കൈ നെറ്റിക്ക് വെച്ചു. അതല്ലേ ഇതുങ്ങൾ ഓടിക്കുന്ന കൂട്ടറിന്റെ പേര്, കൈ നെറ്റിക്ക് കൊണ്ട. See, 92 model Maruti, yes, Maruti in good condition. All the 4 gears in What color? reddish green, and it drives very smoothly. And even if you take out this, drives in such a manner. Good evening, madam, and thanks for everything. ആദ്യം ട്രീറ്റ് തന്നതിന്, പിന്നെ നാട്ടുകാരെ കൊണ്ട് ട്രീറ്റ് ചെയ്യിച്ചതിന്. നിങ്ങളാരാ? മനസ്സിലായില്ല. കൂടുതൽ അഭിനയൊന്നും വേണ്ട. തന്നെ പോലെ ഞാനും ഒരുപാട് പേര്, കൂടുതലും പെൺകുട്ടികളെ പറ്റിച്ച് ചില്ലി ചിക്കനും ഫ്രൈഡ് റൈസും ഒക്കെ കഴിച്ചിട്ടുള്ളതാ. അതിന് ഞാനെന്ത് വേണം? ആദ്യമായിട്ടാ ഒരു പെൺകുട്ടി എന്നെ പറ്റിക്കുന്നത്, അതും ഇത്രയും ബുദ്ധിപരമായിട്ട്. തനിക്കറിയോ, തന്നെ പരിചയപ്പെട്ടതിന് ശേഷം എന്റെ ദേഹത്തിൽ നിന്ന് കിഴി ഒഴിഞ്ഞ നേരമില്ല. കൂടുതൽ ചിരിക്കണ്ട. പല പെൺകുട്ടികളോടും കാണാതെ പഠിച്ച പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനസ്സിൽ ആഗ്രഹിച്ച പോലത്തെ കുട്ടിയാണ് താൻ എന്ന്. താൻ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ശരി, ആദ്യമായിട്ടാണ് ഒരു പെൺകുട്ടിയോട് ഞാൻ ഉള്ളിൽ തട്ടി പറയുന്നത്,
എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്ന എന്റെ സങ്കല്പത്തിലുള്ള ഒരു... ഓക്കെ ഓക്കെ, ശങ്കർ എന്താ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ വഴിക്ക് വരൂ. അപ്പൊ ആദ്യം എന്തിനാ എന്നെ അറിയില്ലെന്ന് അഭിനയിച്ചത്? അതോ പറയാം. ഇറ്റ്സ് എ ലോങ് സ്റ്റോറി. അതിനു മുമ്പ് ശങ്കർ എനിക്ക് വേണ്ടി ഒരു ഉപകാരം ചെയ്യോ? പിന്നെന്താ, പറയൂ. ദാ ഈ നമ്പറിൽ വിളിച്ച് നാൻസി ഇന്ന് ലീവാന്ന് പറയോ? ഇവിടെയാണോ നാൻസി വർക്ക് ചെയ്യുന്നത്? അതെ. എന്തേ, ബുദ്ധിമുട്ടാവോ? എന്ത് ബുദ്ധിമുട്ട്? ആരാ വിളിക്കുന്നതെന്ന് ചോദിച്ചാൽ? നാൻസിയുടെ ഡിയറസ്റ്റ് ഫ്രണ്ട് ശങ്കർ എന്ന് പറഞ്ഞാൽ മതി. വിളിച്ചിട്ട് ഇപ്പൊ വരാം. ഓക്കെ. 230450. ഹലോ, ഡിവൈഎസ്പി. സംഭവിച്ചതെല്ലാം നല്ലതിന്, സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാൻ പോകുന്നതും നല്ലതിന്. യെസ്, പറയൂ. ഈ ബില്ല് സാറിന്റെ കയ്യിൽ തന്നാൽ മതി പറഞ്ഞിട്ടാ മാഡം പോയത്. ഓക്കെ ഓക്കെ. എത്രയായി? 1450 രൂപ. ഒരു ഐസ്ക്രീമിന് 1480 രൂപയോ? അല്ല സാർ, കുറച്ച് ഫുഡും ഐസ്ക്രീം മാഡം പാർസൽ കൊണ്ടുപോയി. ഇത് സംഭവം മറ്റൊന്നുമല്ല. ഇത്രയും നാൾ നീ പല കാറുകളിൽ പല പെൺകുട്ടികളോട്ട് നടന്നില്ലേ? അതിനുള്ള പ്രതികാരമായി ആരോ നിനക്ക് അതേ നാണയത്തിൽ മറുപടി തന്നതാ. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണു. പലതും മറച്ചു വെച്ചാണ് അവള് സംസാരിക്കുന്നത്. എല്ലാം തുറന്ന് സംസാരിക്കാൻ അവളായിരുന്നു എന്റെ ഭാര്യ. എന്റെ ബർമുടാതി ചന്ദന ഗുളിക 2 കൊടുത്താലേ അവള് തത്ത പറഞ്ഞാലും പറയും. അത് മനസ്സിലാക്കാൻ തത്ര ഭാഷ അറിയുന്ന ആളെ കൊണ്ടുവരേണ്ടി വരും. എന്നാ നമുക്ക് താത്തയെ വിളിക്കാം. ഓ, എങ്ങനെയെങ്കിലും നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂ. നാൻസിയെ കണ്ടുപിടിച്ചേ പറ്റൂന്ന് നിനക്കെന്താ എത്ര നിർബന്ധം? പ്രതികാരം ചെയ്യാൻ, അല്ലാണ്ടെന്തിനാ? എന്നെ ആദ്യമായിട്ട് തോപ്പിക്കുന്ന പെണ്ണാണേ. പിന്നെ ഈ ഹോസ്റ്റലിലെ ചരിത്രത്തിൽ ഉണ്ടാകാത്ത സംഭവം. 2 പേര് കടന്നു വരിക, പെൺകുട്ടികളെ ആക്രമിക്കുക. ഇവരുടെ ഗാർഡിയൻസ് അറിഞ്ഞാൽ എന്താ സ്ഥിതി? നിങ്ങൾക്ക് അവരെ ഒരു മുഖപരിചയം ഇല്ല. ഞാൻ ആദ്യമായിട്ട് അവരെ കാണുന്നത്. ഞാനും ഇതുവരെ കണ്ടിട്ടില്ല. ഇനി മേലിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാതിരിക്കാനാ നിങ്ങൾ ഇവിടെ അപ്പോയിന്റ് ചെയ്യുന്നത്. കുട്ടികളുടെ അച്ഛനും അമ്മയും അല്ലാത്ത ആര് വന്നാലും സന്ദർശിക്കാൻ അനുവദിക്കണ്ട. വേണ്ട രീതി പെരുമാറി വിട്ടാൽ മതി. ഓക്കെ മാഡം. അറിയിക്കൂ. എന്താ? ഇവിടെ നാൻസി എന്ന് പറഞ്ഞൊരു കുട്ടിയില്ലേ, അതിനെ കാണാൻ വന്നത്. അതെ. കുട്ടിയുടെ ആരാ? കസിനാ, പേര് ശങ്കർ. ശങ്കർ കുര്യാക്കോ. ഇരിക്കൂട്ടോ, ഞാൻ ആളെ വിളിക്കാം. കുടിക്കാൻ തണുത്തത് വല്ലതും? ഒന്നും വേണ്ട. അല്ലേ വേണ്ട, ചൂടായിട്ട് തന്നെ തന്നോളൂ. എല്ലാവർക്കും ചൂടുള്ള എടുത്തോളൂ. ഇവർക്കൊക്കെ തൊണ്ട ശരിയല്ല. ക്യാൻസറാ. നല്ല സ്നേഹമുള്ള മനുഷ്യൻ. വലിയ സ്ട്രിക്റ്റ് ഒന്നും അല്ല. ആരാ കുട്ടിയുടെ കസിൻ? ഞാനാ. ഞങ്ങൾ എല്ലാവരും കസിൻസാ. ഞാനാ. അകത്തേക്ക് വന്നോളൂ. നീയല്ലേടാ മെയിൻ കസിൻ? ഞാനല്ല, ഇവനാണോ? കിടന്ന് കാറാതടാ. എന്റെ ചേട്ടനിങ് എത്തും. എത്തിയാലത്തെ സ്ഥിതി എന്താണെന്ന് നിനക്കറിയാവോ? കാറിൽ പോയി ബോറ് പരിപാടികളല്ലേ ചെയ്യണേ, പിന്നെ എങ്ങനെ കാണാണ്ടിരിക്കും? ഹോട്ടൽ സംഭവം കഴിഞ്ഞു, ഹോസ്റ്റൽ സംഭവമായി. സൂക്ഷിച്ചോ, അടുത്തത് ഹോസ്പിറ്റൽ സംഭവമായിരിക്കും. കരുനാക്കൊണ്ട് വേണ്ടാത്തൊന്നും വിളമ്പോലെ. എനിക്ക് ഇത്തവണ താത്തയുടെ കിഴി പോരാ, കീഴൂർ വൈദ്യന്റെ കിഴി തന്നെ വേണം. എല്ലിന്റെ വേദന പോകാനുള്ള മരുന്നും എല്ലാം ഉണ്ടോ ചന്ദ്ര? ഇടി കിട്ടിയപ്പോ ഞാൻ മരുന്നിന്റെ പേരെല്ലാം മറന്നു. ശങ്കരോ, താത്തയുടെ കാല് കേട്ടോ. നീ പ്രായമായാലും വെറുതെ വിടൂലേടെ. അതല്ലെന്ന്, ആ കാലിലെ മസിൽ കണ്ടായിരുന്നു. ആണുങ്ങളുടെ കാല് പോലെ പോലെയൊന്നുമല്ല, ആണിന്റെ കാല് തന്നെയാ. ഞാനിപ്പോ തറപ്പിച്ച് പറയുന്നു, താത്ത നമ്മളെക്കാളൊക്കെ ഫ്രാഡാണ്. താത്ത പെണ്ണല്ല, ആണാണ്, ഉറപ്പാ. ഒന്ന് പോടാ. എന്റെ പൊന്നു ശങ്കരെ, താത്ത കിഴിവെച്ചപ്പോ എനിക്കും തോന്നി ഭയങ്കര ശക്തി. അതെ, എന്തായാലും ശരി, താത്തയുടെ സത്യാവസ്ഥ നമ്മൾ കണ്ടുപിടിച്ചേ പറ്റൂ. അത്രയ്ക്ക് നിർബന്ധമാണെങ്കിൽ വഴിയുണ്ട്. എന്ത് വഴി? കുളിക്കുമ്പോ ഒളിച്ച് നമ്മള് കാണും താത്തയുടെ കുളിരിന്മേൽ കുളിർക്കൊരു അഴക്. കുളിക്കുമ്പോൾ ഒളിച്ച് നമ്മള് കാണും
നമ്മളെ കൊടുകൈ കൊടു എന്റെ മോളെ നിനക്ക് എന്തു പറ്റി? നീ ഞങ്ങള് കോലം കെട്ട് പോയില്ലോടിയുള്ളേ കുളിക്കാഞ്ഞിട്ടാ. ഇന്ന് നല്ല പണിയായിരുന്നു. ഇനി വൈകിട്ടേ കുളിക്കൂ. മനുഷ്യനായാലും മൃഗമായാലും രാവിലെ കുളിച്ചിരിങ്ങി ഒരു വായിക്കും കൊള്ളൂല. കുളിച്ചിട്ട് എന്തൊക്കെ അസുഖം വരുന്നേന്നറിയാവോ? ചരങ്ങ്, കരിഞ്ചപ്പട്ട, കണ്ണമാലി, അടിമാലി, ആയിരക്കണ്ണ്, ചീങ്കണ്ണി മുതൽ ജപ്പാൻചോരം വരെ പിടിക്കും. മോള് വേഗം ചെന്ന് കുളിക്കാൻ നോക്ക്. അപ്പൊ താത്തേക്ക് വിളിക്കണ്ടേ? സിസ്റ്റാടെ കുളിയൊക്കെ തെറ്റിയിട്ട് കാര്യം എത്രയായി. മോള് വേഗം ചെന്ന് കുളിക്കും. ചെന്ന് സോപ്പും തോട്ടമൊക്കെ എത്തുണ്ടോ? വേഗം ചെല്ലും. അല്ല, പുള്ള കുളിച്ചാൽ തള്ളക്ക് കേടില്ല എന്നല്ലേ പ്രണാമം. ഞാനിത് ഇളക്കി കുളമാക്കാം. പശുമോളെ വേഗം ചെന്ന് കുളിച്ചിട്ടോ. വേഗം കുളിച്ചിട്ട് വരാൻ ഞാൻ. അമ്മോ വേഗം ഒന്നും കുളിക്കണ്ട. നല്ല സമയമൊക്കെ എടുത്ത് ദേഹമൊക്കെ ശരിക്കും തേച്ച് വൃത്തിയാക്കി കുളിച്ചോ. വെളുക്കട്ടെ. നോക്ക്. എന്തായി നോക്കണേ? വടി നോക്കിക്കൊണ്ടിരുന്ന കാണാനുള്ള മുഴുവൻ പിള്ളേര് കണ്ടേച്ചു പോവും. ഞാൻ പിന്നെ നോക്കണം. വാ ഇങ്ങോട്ട്. രമണ്ണ നോക്കിക്കൊണ്ടാ നിനക്ക്. ഇതേത് കാലന്റെ കാല വലിക്ക് പുറത്തേക്ക് ഇടുവാനെ. താൻ കുടിച്ച കുയിൽ താൻ തന്നെ നെയ്യത്ത് പോലെ വയ്യത്ത്. വരട്ടെ മോനെ. ചന്ദ്ര, പത്രത്തെ ആരെങ്കിലും ഒരു മുണ്ട് കൊണ്ടുപോടാ. ഇവള് എന്റെ പുറത്ത് പലഹാരം ഉണ്ടാക്കാണ്. ഏഴുമല പൂഞ്ചോല വാമനക്ക് മണിമാല. ബെസ്റ്റ്. മറ്റേ പാട്ട് പാടാൻ പറ്റിയ സിറ്റുവേഷൻ. ഏത് പാട്ട്? നമ്മുടെ ബാലഗോപാലൻ എണ്ണ തേപ്പിക്കുമ്പം ഈ വയസ്സുകാലത്ത് ഇയാൾക്ക് ഇതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നു. ഉത്തേജിപ്പിക്കല്ലേ? ഉത്തേജിപ്പിച്ച് ഇയാള് മണ്ണിന്റെ അടി പോണവരെ ഉണ്ടാവും. ഈ എണ്ണിട്ട് ഈ തിരുമ്പല്. ഇയാളെന്താ ഒളിമ്പിക്കണോ? നിനക്ക് എന്താ വേണ്ടേ? അതിനെന്നെ കിട്ടില്ലട്ടാ. ഒരു ചെറിയ നമ്പർ ഇറക്കാം. ചേച്ചി, ചേച്ചിയെ എണ്ണയിപ്പിക്കട്ടാ. തോന്നും പൊരിച്ചെടുക്കാനാണ്. അല്ലേ ചേച്ചി, എന്തിനാ ചേട്ടൻ ഇങ്ങനെ ഡെയിലി എണ്ണ തേപ്പിക്കുന്നേ? കുതിരശക്തി കിട്ടാനും യൗവനം നിലനിൽക്കാനും ഒരു വലിയ വൈദ്യം പറഞ്ഞു തന്നതാ. അയ്യോ, ശക്തി കിട്ടാ ഈ എണ്ണ തേപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. നല്ല ബെസ്റ്റ് മരുന്ന് ഈ ഡോക്ടർ പറഞ്ഞു. ആണോ? പിന്നെ ഈ ഡോക്ടർ അറിയപ്പെടുന്നതിന്റെ ശക്തി ഡോക്ടർ എന്നല്ലേ? അതെ അതെ. അതായത്
ഞാൻ ഹലോപ്പതി ആണെങ്കിലും എന്റെ അപ്പനപ്പൂപ്പന്മാർ ആയുർവേദമാ. ഞാനൊരു മരുന്ന് പറഞ്ഞുതരാം. കുതിരശക്തി കിട്ടുന്ന മരുന്ന് ബെസ്റ്റാ. അതാ വേണ്ടത്. കാറ്റാടി മരത്തിന്റെ പടിഞ്ഞാറേക്കുള്ള വേര്, വരിക്കപ്ലാവിന്റെ തെക്ക് ശിഖരത്തിൽ ഇത്തിൽ കണ്ണി, തങ്കഭസ്മം, ബദാം പരിപ്പ്, കാന്താരി മുളക്, പച്ചമുളക്, മൈസൂർ മുളക് ഇവയെല്ലാം ചേർത്ത് അരച്ച് തേച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ഒരു ചേച്ചി ഒരു ചേട്ടന് തേച്ചു കൊടുത്തിട്ടേ പിന്നെ തേക്കേണ്ടി വന്നിട്ടില്ല. അതാ ഒരു പ്രാവശ്യം തെച്ചാൽ മതി, പിന്നെ തേക്കേണ്ട കാര്യമില്ല. അതോടുകൂടി ആർക്കും വെക്കാം, എങ്ങനെ ഏത് സമയത്ത് വെക്കാം. അമേരിക്ക 2-3 സ്ഥലങ്ങളിൽ ഉള്ള ഉടുതുണി പണയം വെച്ച് കളിക്കുന്ന കല്യാണ സുഹൃത്തുക്കളെ, ഈ പെൻസിൽ നാടകയുടെ അകത്ത് കുത്തുവാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടും, പുറത്ത് കുത്തുവാണെങ്കിൽ കമ്പനിക്ക് കിട്ടും. 5, 10, 20 എത്ര വേണമെന്ന് വെക്കാം. യാതൊരു മനസ്സിൽ നിൽക്കേണ്ട ആവശ്യമില്ല സുഹൃത്തുക്കളെ. 200 വരെ നിങ്ങൾക്ക് 200 വെച്ചാൽ 4. മണിക്ക് കാണാമെന്ന് തന്നെയാണ് അവള് പറഞ്ഞത്. ഉറപ്പാ. ഈ ചെവിണ്ട് ഞാൻ കേട്ടതാ. മണിതേ 4:30 അവള് വീണ്ടും നമ്മളെ വഹിക്കാനുള്ള പരിപാടി വല്ലതുമാണ്. ഏതായാലും കാപ്പ് കുടിക്കാൻ വല്ല അവളെ ക്ഷണിച്ചാൽ ഞാനില്ല, നിങ്ങളൊക്കെ പൊക്കൊണ്ടാ മതി. എടാ, ഇനി വല്ല ഗുണ്ടകളെ വിട്ട് നമ്മളെ തല്ലി കൊള്ളിക്കാനുള്ള വല്ല പരിപാടിയാണോ? ഗുണ്ടകൾ വല്ലതും വന്ന് അപ്പം മുങ്ങിക്കോണം. കിഴിക്കൊക്കെ ഇപ്പൊ ഭയങ്കര വിലയാ. ഇടയ്ക്കിടയ്ക്ക് കിഴിയിടുന്നത് ബോഡിക്ക് നല്ലതാണ്. ഹലോ, തീപ്പറ്റി ഉണ്ടോ? ഉണ്ടെങ്കിൽ തരിക, അല്ലാതെന്താ. അതെ, ആ നാൻസി പറഞ്ഞത് കേട്ട് എന്തെങ്കിലും അവയം കാണിച്ചാൽ ഞങ്ങൾക്ക് ചോദിക്കാനൊക്കെ ആളുണ്ട് കേട്ടോ. നാൻസിയോ? ഏത് നാൻസി? ഫണ്ണി പീപ്പിൾ. ഗുഡ് ഈവനിങ്. എല്ലാരും ഉണ്ടല്ലോ. എന്താ ആരും ഒന്നും മിണ്ടാത്തെ? ഓ, ഞാനാണല്ലോ വിളിപ്പിച്ചേ. അപ്പൊ ഞാൻ തന്നെ തുടങ്ങാം. മുള്ളിനെ മുള്ളുകൊണ്ടെടുക്കുക, ഉഷ്ണം ഉഷ്ണേന ശാന്തി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ ഒരു പഴമൊഴി ഉള്ളിൽ കണ്ടുകൊണ്ടാ നിങ്ങളെയൊക്കെ പരിചയപ്പെടാൻ അങ്ങനെ ഒരു മാർഗം കണ്ടെത്തിയത്. സോറി കേട്ടോ. എനിക്കറിയാം നിങ്ങൾക്ക് എന്നോട് ദേഷ്യവും അമർഷവും ഒക്കെ ഉണ്ട്. എല്ലാം ഇന്നത്തോടെ തീർക്കണം. ഏയ്, നിങ്ങളോടാ ചോദിച്ചേ, തീർക്കില്ലേ? ഇയാള് കാര്യം എന്താണെന്ന് വെച്ചാ പറ. ഓക്കെ, പറയാം. അതിനു മുമ്പ് ഞാൻ ആരാണെന്ന് അറിയണ്ടേ? നിങ്ങളൊക്കെ ആരാണെന്ന് എനിക്ക് നന്നായി അറിയാം. എങ്ങനെയെന്നല്ലേ? ഏതാണ്ട് 1 മാസമായിട്ട് ഞാൻ നിങ്ങളെ പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഫാദർ ഡൊമിനിക്കിനെ ശങ്കർ അറിയുന്നത് പോലെ തന്നെ ഞാനും അറിയും. ശങ്കർ ഒറ്റയ്ക്കല്ല, കൂടെ സെക്യൂരിറ്റികളും ഉണ്ടെന്ന് ഈ അടുത്ത അറിഞ്ഞപ്പോ എനിക്ക് പറ്റിയൊരാന്ന് മനസ്സിലായി. അതെ, ഈ സസ്പെൻസിന്റെ ആവശ്യമൊന്നുമില്ല. ഇയാൾ ആരാന്ന് ആദ്യം പറ. പറയാം. നിങ്ങൾക്കൊക്കെ അറിയാവുന്ന, നിങ്ങൾക്കെന്നല്ല, ഒരുപക്ഷെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ബിസിനസ് മാഗ്നറ്റ് കാൾട്ടൺ നിക്കോളസിന്റെ ഏക മകൾ നാൻസി. കാൾട്ടൺ നിക്കോളസിന്റെ മകളോ? എന്താ, വിശ്വാസമായില്ലേ? അത്ര വിശ്വാസം പോരാ. ഞങ്ങളുടെ അനുഭവം അതാണല്ലോ. ശരി, എങ്കിൽ നിങ്ങൾക്ക് വിശ്വാസം വന്നതിന് ശേഷം നമുക്ക് വീണ്ടും കാണാം, പോരെ? വിശ്വാസം വരണമെങ്കിൽ നിങ്ങൾ എന്റെ വീട്ടിൽ തന്നെ വരണം. അതിന്റെയൊക്കെ ആവശ്യം എന്താണെന്ന് പറയൂ. എന്തിനാ ഇത്ര ധൃതി? നിങ്ങൾ എന്റെ വീട്ടിൽ വരുന്നു, എന്നെ അവിടെ കാണുന്നു, വിശ്വസിക്കുന്നു. ബാക്കി വിശ്വാസത്തിന് ശേഷം. അവള് പറഞ്ഞ സത്യമായിരിക്കോ? ഈ കാൾട്ടൺ നിക്കോളസ് ആരാന്നറിയോ നിങ്ങൾക്ക്? കേരളം മുഴുവൻ വിലയ്ക്ക് വാങ്ങാൻ കഴിവുള്ള കോടീശ്വരൻ അയാള്. ഈ വന്നതും പോയും അയാളുടെ മോളാണെങ്കിൽ നമ്മൾ രക്ഷപ്പെട്ടു. മതി, നിർത്ത്. ആദ്യം അവള് പറഞ്ഞ സത്യമാണെന്ന് അറിയട്ടെ, എന്നിട്ട് മതി തുള്ളിച്ചാട്ടമൊക്കെ. അയ്യോ, ചായ ഒന്നും കുടിക്കാൻ ടൈമില്ല. കാര്യമില്ലേ അറിയാൻ കെലിയെ തും ആയാ ഹൂം. ദിൽവാലെ ദുൽഹനിയ ലേ ജാएंगे. तू चोर मैं सिपाही. जाओ चलो शाबाश है.